ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ബെസ്റ്റ് ടൈം ടു ബൈ ആൻഡ് സെൽ സ്റ്റോക്സ് എന്ന പ്രോഗ്രാമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്: യു ആർ ഗിവൻ ആൻ അറേ പ്രൈസസ് വെയർ പ്രൈസസ് ഓഫ് ഐ ഈസ് ദ പ്രൈസ് ഓഫ് എ ഗിവൻ സ്റ്റോക്ക് ഓൺ ദ ith day. You want to maximize your profit by choosing a single day to buy one stock and choosing a different day in future to sell that stock. Return the maximum profit you can achieve from this transaction. If you cannot achieve any profit, then return zero. അപ്പോൾ അതായത് നമുക്ക് ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പ്രൈസസ് അറേയാണ്. അപ്പോൾ ഈ അറേനകത്ത് ഫുൾ പ്രൈസസ് ആണുള്ളത്. അപ്പോൾ ഇത് സപ്പോസ് ഇത് മൺഡേത്തെ പ്രൈസ് ആണെങ്കിൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെ കോൺസെക്യൂട്ടീവ് ഡേയ്സിലെ പ്രൈസാണ്, സ്റ്റോക്ക് പ്രൈസാണ് ഇത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആദ്യം വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ദിവസമാണ് വിൽക്കുന്നത്. ഒരു ദിവസം നമ്മൾ വാങ്ങും, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കും. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് ഈ ട്രാൻസാക്ഷനിലൂടെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പം ഒരു മാക്സിമം പ്രോഫിറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സീറോ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളിപ്പം പ്രൈസ് 7 ആകുമ്പോൾ നമ്മൾ വാങ്ങിച്ചു എന്ന് വെച്ചോ, ഇനി നമുക്ക് ഒരു ദിവസം വിൽക്കാൻ പറ്റില്ല, കാരണം 7 ആണ് ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ വേറെ ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അന്ന് നമ്മൾ വാങ്ങാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പ്രൈസ് 1 ആവുന്ന ദിവസം നമ്മൾ വാങ്ങുവാണെങ്കിൽ ഇന്ന് വാങ്ങിച്ചു എന്ന് വെച്ചോ, പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ദിവസം, പിന്നെ പ്രീവിയസ് ഡേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പിന്നെയുള്ള നെക്സ്റ്റ് ഡേയ്സ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ പ്രൈസ് 1 ആകുമ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ പ്രൈസ് 6 ആകുമ്പോൾ നമ്മൾ വിറ്റാൽ അതാണ് ഏറ്റവും മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 6 - 1 5 ആണ് ഇതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് വരുന്നത്. അപ്പം നമ്മൾ പ്രൈസ് 1 ആയിരിക്കുമ്പോൾ വാങ്ങണം, ഈ കേസിൽ 6 ആയിരിക്കുമ്പോൾ വിൽക്കണം. അപ്പോഴാണ് ഈ ഫുൾ അറേയുടെ കേസിൽ മാക്സിമം പ്രോഫിറ്റ് വരുന്നത്. വേറൊരു ട്രാൻസാക്ഷനിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ തേർഡ് ഡേ പ്രൈസ് 3 ആകുമ്പോൾ വാങ്ങിച്ചിട്ട് 6 ആകുമ്പോൾ വിൽക്കാം. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 മാത്രമേ ആവുന്നുള്ളൂ. അപ്പം അത് 5 അല്ല, 5-നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു അറേയുടെ കേസിൽ 5 ആണ്. ഇനി സപ്പോസ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. പ്രൈസസ് തന്നിരിക്കുന്നത് 76431 ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസസ് ഓരോ ദിവസം കൂടുന്നവരും ഡിക്രീസിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഏത് ദിവസം വാങ്ങിച്ചാലും പിന്നെ ഉള്ള ഒരു ദിവസം നമുക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പം എപ്പോൾ വാങ്ങിച്ചാലും എപ്പോൾ വിറ്റാലും നമുക്ക് മൈനസ് ആണ് കിട്ടുന്നത്, ലോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം? സീറോ ആണ് ഈ കേസിൽ റിട്ടേൺ ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ പ്രോഗ്രാമിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻ്റെ മാക്സ് പ്രോഫിറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. ആ വേരിയബിളാണ് നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു ബ്രൂട്ട് ഫോഴ്സ് സൊല്യൂഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ലൂപ്പ് ഇട്ടിട്ടാണ് ഈ പ്രോബ്ലം ഇപ്പം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജെയുടെ വാല്യൂ i+1 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇഫ് പ്രൈസസ് ഓഫ് ഐ മൈനസ് പ്രൈസസ് ഓഫ് ജെ ഗ്രേറ്റർ ദാൻ മാക്സ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ മാക്സ് പ്രോഫിറ്റിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. മാക്സ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു പ്രൈസസ് ഓഫ് ജെ മൈനസ് പ്രൈസസ് ഓഫ് ഐ, അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ മാക്സ് പ്രോഫിറ്റ് 2 ലൂപ്പിലിട്ടിട്ട് മാക്സ് പ്രോഫിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് റൺ ചെയ്യാം. ടെസ്റ്റ് കേസസ് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രശ്നം കാണും, ടൈം ലിമിറ്റ് എക്സീഡഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. കാരണം ഇത് ഒരു എഫിഷ്യൻറ്റ് സൊല്യൂഷൻ അല്ല, ഓർഡർ ഓഫ് n² ആണ് ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി. നമുക്ക് നെക്സ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നമ്മൾ മാക്സ് പ്രോഫിറ്റ് 0 ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാണ്. ഇവിടെ നമ്മളൊരു ബൈ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ വേരിയബിൾ ആദ്യം നമ്മൾ പ്രൈസസ് ഓഫ് 0 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബൈ വേരിയബിളിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂ അസൈൻ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും നോക്കുക. ഇപ്പോൾ പ്രൈസസ് ഓഫ് ഐ ലെസ് ദാൻ ബൈ ആണെങ്കിൽ നമ്മൾ ആ ബൈ വേരിയബിളിൻ്റെ അകത്ത് പ്രൈസസ് ഓഫ് ഐ, അതായത് ഏറ്റവും ചെറിയ ബൈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. പിന്നെ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ മാക്സിമൈസ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് പ്രൈസസ് ഓഫ് ഐ മൈനസ് ബൈ ഗ്രേറ്റർ ദാൻ മാക്സ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നമ്മളിവിടെ 2 വേരിയബിളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ബൈ വേരിയബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, പ്രോഫിറ്റ് വേരിയബിൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ബൈയുടെ അകത്ത് ഏറ്റവും ചെറിയ വാല്യൂയും പ്രോഫിറ്റിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം.
ടെസ്റ്റ് കേസസ് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാം. 2 മില്ലി സെക്കൻഡ്. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്.